ശബരിമല യുവതീ പ്രവേശന കേസ് നാളെ വീണ്ടും സുപ്രീം കോടതിയിൽ എത്തുകയാണ്. നാളെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുന്നിലാണ് കേസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പുനഃപരിശോധനാ ഹർജികളിൽ 9 അംഗ ബെഞ്ച് രൂപീകരിക്കുന്നതിലും തീരുമാനമുണ്ടായേക്കും. കേസ് വീണ്ടും കോടതി പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് നിർണായകമാകും. അതാണിപ്പോൾ ശിവദാസൻ പറഞ്ഞു വന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനൊപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, നാളെ ഈ കേസ് വീണ്ടും സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് എത്തുമ്പോഴെന്ത് ശിവദാസ് പറയുന്നുണ്ട്, ജിഷ്ണു അത് തന്നെ പറയുന്നു. കാരണം സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വളരെ ശ്രദ്ധേയമാണ്, നിർണായകമാണ്. വിവരങ്ങൾ. കൃഷ്ണാജ, രോഹിണി, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ശബരിമല യുവതീ പ്രവേശന വിധി രാജ്യത്തെ പരമോന്നത നീതിപീഠം പരിഗണിക്കുന്നത്. നേരത്തെ 2019 യുവതീ പ്രവേശനത്തിനെതിരായിട്ടുള്ള പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി പരിഗണിച്ചു തുടങ്ങിയിരുന്നു. പിന്നീട് കൊറോണ പ്രതിസന്ധി കാരണം 9 അംഗ ബെഞ്ച് രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുടെ തുടർ നടപടികൾ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഒരു 6 വർഷത്തിന് ശേഷമാണ് സുപ്രീം കോടതിയിലേക്ക് വീണ്ടും കേസ് പരിഗണിക്കുന്നത്. നാളെ 44ാമത്തെ കേസായിട്ടാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന് മുൻപിലാണ് കേസ് എത്തുക. കേസ് എത്തുമ്പോൾ പ്രാഥമിക നടപടികൾ മാത്രമായിരിക്കും പരിശോധിക്കുക. ഈ പുനഃപരിശോധനാ ഹർജികൾ 2018 സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള പുനഃപരിശോധനാ ഹർജികളിൽ ഏതൊക്കെ ഉൾപ്പെടുത്തണം, അതിന് 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ രൂപീകരണം എന്നു മുതൽ വാദം കേൾക്കണം, ഇത്തരത്തിലുള്ള പ്രാഥമിക കാര്യങ്ങളായിരിക്കും കോടതി പരിഗണിക്കുക. മറിച്ച് കേസിന്റെ വാദത്തിലേക്കോ ഡീറ്റെയിൽ ആയിട്ടുള്ള വാദത്തിലേക്കോ ആഴത്തിലേക്കുള്ള വിശദാംശങ്ങളോ ഒന്നും തന്നെ നാളെ കോടതി പരിഗണിക്കാനിടയില്ല. ഒപ്പം കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഒരു വിഷയം സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ അതിൽ ഏറ്റവും നിർണായകം എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് തന്നെയായിരിക്കും. കാരണം 2018 ശബരിമലയിൽ പ്രായവ്യത്യാസമില്ലാതെ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന സുപ്രീം കോടതി വിധി വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല കാരണം സംസ്ഥാന സർക്കാർ അത് അനുകൂലിച്ചുകൊണ്ട് സത്യവാങ്മൂലം നൽകിയതാണ്. ശബരിമലയുടെ പ്രാധാന്യമോ അവിടുത്തെ ആചാരങ്ങളോ ഭക്തരുടെ വികാരങ്ങളോ ഒന്നും മാനിക്കാതെ ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. നിലവിൽ വീണ്ടും ആ കേസ് സുപ്രീം കോടതിയിലെത്തുമ്പോൾ ആ സത്യവാങ്മൂലത്തിനൊപ്പം തന്നെ സർക്കാർ നിൽക്കുമോ, അതല്ലെങ്കിൽ സത്യവാങ്മൂലം തിരുത്തി നൽകാൻ സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ തയ്യാറാക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ 4 ജഡ്ജിമാരും യുവതീ പ്രവേശനത്തിന് അനുകൂലമായും ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മാത്രം യുവതീ പ്രവേശനം അത് അനുമതി നൽകാവുന്നതല്ല എന്ന നിരീക്ഷണത്തിലും വിധി പ്രസ്താവിച്ചിരുന്നു. തുടർന്നുണ്ടായിട്ടുള്ള കേരളത്തിലെ സംഭവവികാസങ്ങൾ നമുക്ക് മുൻപിലുള്ളതാണ്. ശബരിമലയിലേക്ക് യുവതികളെ കയറ്റാനുള്ള സർക്കാർ കാട്ടിയിട്ടുള്ള തിടുക്കം, സുപ്രീം കോടതി വിധിയിൽ യാതൊരു തരത്തിലും അത് ഇത്ര കാലയളവിനുള്ളിൽ തന്നെ നടപ്പാക്കണമെന്നോ അല്ലെങ്കിൽ അത് നിർബന്ധമായും നടപ്പാക്കണമെന്നോ സുപ്രീം കോടതി ഒരിക്കലും ആവശ്യപ്പെട്ടിരുന്നില്ല. എന്നിട്ട് പോലും ആ വിധി ഉയർത്തിക്കൊണ്ട് യുവതികളെ ശബരിമലയിലേക്ക് എത്തിക്കാൻ സർക്കാർ ശ്രമിച്ചു. ഇരുട്ടിന്റെ മറവിൽ ആക്ടിവിസ്റ്റുകളെ സന്നിധാനത്തേക്ക് എത്തിച്ചു. അതിനെതിരെ ഭക്തരുടെ, തീർത്ഥാടകരുടെ പ്രതിഷേധം ഇരമ്പുന്നതും നാമജപ പ്രതിഷേധവും എല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വലിയ തിരിച്ചടി രാഷ്ട്രീയമായും CPM-ന് തുടർന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നിരുന്നു. ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയിൽ ഈ കേസിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാടെടുക്കും, സത്യവാങ്മൂലത്തിൽ എന്ത് കാര്യം വ്യക്തമാക്കുമെന്നുള്ളതും നിർണായകമാകും. കൃഷ്ണരാജ്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.